നിനക്കായി കരുതും അവൻ നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ലയോഹരി. വഴിയൊരുക്കും അവനാഴികൾ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ലയോഹരി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി വചനദീപ്തിയുടെ സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വചനദീപ്തി സാക്ഷി കൂടാരത്തിൽ അനേക സാക്ഷ്യങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ കൂട്ടിക്കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. അനേകായിരങ്ങൾക്ക് ആശ്വാസവും തണലുമായി തീരുവാൻ, ഹൃദയങ്ങൾക്ക് ആമേൻ വളരെ സന്തോഷമായി തീരുവാൻ സാക്ഷ്യങ്ങളൊക്കെ ഉതകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിന്റെ പിൻപിലെ വിജയം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ സകല സൃഷ്ടികളോടും പോയി സുവിശേഷം പ്രസംഗിപ്പീൻ, അപ്പോൾ തന്നെ നിങ്ങൾ സാക്ഷിക്കുവീൻ എന്ന് വചനത്തിലുണ്ടല്ലോ. ആകയാൽ ലോകമെമ്പാടും നമ്മുടെ വചനദീപ്തി സാക്ഷ്യ കൂടാരം സ്പ്രെഡ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽക്കാലത്തിങ്കൽ സിന്ധു ഷിജു നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസിക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതരായ ഒരു കർത്തൃദാസിന്റെ കുടുംബമാണ്. കർത്തൃദാസി ഇന്ന് പകൽ വേളയെങ്കിൽ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി തന്റെ ജീവിത അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുവാൻ താൻ താല്പര്യപ്പെട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു നിമിഷം കർത്തൃദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, കാലാകാലങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. അവിടുത്തെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഞങ്ങൾ തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കിയല്ലോ. അങ്ങനെയെങ്കിൽ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളല്ലാതെ ഞങ്ങൾക്കൊന്നും പറയുവാനില്ല. കർത്താവെ, അങ്ങ് ചെയ്തതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലപ്പ. എല്ലാറ്റിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മകളെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. നിന്റെ കുഞ്ഞുങ്ങളെയും അവരുടെ വേലകളെയും അവരുടെ തലമുറകളെയും കർത്താവെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തണം, നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയമൂലം കേൾക്കണമേ സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലത്തിങ്കൽ ഞങ്ങളോടൊത്ത് വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സിസ്റ്റർ സിന്ധു ഷിനുവിനെ ഞങ്ങൾ ഹൃദയംഗമായും വളരെ സ്നേഹപൂർവവും ഞങ്ങളുടെ നടുവിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്ക് ഒന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആയതിനെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വിലയേറിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എന്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന ദൈവം
അതുപോലെ തന്നെ പ്രിയ ആന്റി, ഈ ശുശ്രൂഷകള് അതിനോടെല്ലാം ദൈവനാമത്തിൽ ഞാൻ സഹകരിക്കുന്നു, നന്ദി പറയുന്നു. ഞാൻ ഇപ്പോ കയറിയിരിക്കുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ കർത്താവിന്റെ വേലയിൽ കുടുംബമായിട്ട് ഞങ്ങൾ ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രിയ പ്രേക്ഷകരെ, സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവരെ, സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുക. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിക്ക് തന്റെ സാക്ഷ്യങ്ങൾ, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ, തന്റെ ബാല്യകാല സ്മരണകൾ എല്ലാം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സാക്ഷിക്കാമല്ലോ. എന്റെ സ്വന്തം നാട് തൃശ്ശൂരാണ്. തൃശ്ശൂര് പീച്ചി എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ ചെറിയ പ്രായത്തിൽ, അതായത് എനിക്കൊരു 6 വയസ്സുള്ള സമയത്ത് എന്റെ പപ്പ മരിച്ചു. പപ്പ മരിച്ചത് ഒരു സ്വാഭാവിക മരണമല്ലായിരുന്നു. എന്റെ സ്വന്തം അമ്മയുടെ സഹോദരൻ കൊലപ്പെടുത്തിയതായിരുന്നു. അതിനുശേഷം എനിക്കൊരു സഹോദരിയുണ്ട്. ഞങ്ങൾ 2 പെൺകുഞ്ഞുങ്ങള്, എന്റെ അമ്മ, പപ്പയുടെ അമ്മ, ഇതായിരുന്നു ഞങ്ങളുടെ കുടുംബം. എന്റെ അമ്മ ഇങ്ങനെ കൂലിവേലയ്ക്കൊക്കെ പോയി, അതുപോലെ തന്നെ കാട്ടിൽ പോയി വിറകൊക്കെ കൊണ്ടുവന്ന് അതിങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തുവാനായിട്ട് ഇടയായി തീർന്നത്. ഞങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ട നല്ല വിദ്യാഭ്യാസം നൽകി തരുവാൻ മാതാവിന് സഹായിച്ചു. എന്റെ ചേച്ചി 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. ഞാൻ +2 കഴിഞ്ഞു. അതിനുശേഷം 1 വർഷം നഴ്സിങ്ങിന് പോകാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ എനിക്കത് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് അത് നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഞാൻ ഒരു ജോലിക്ക് കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ വിവാഹം കഴിയാനായിട്ട് ഇടയായി തീർന്നത്. ഞാനൊരു +1 +2 സമയത്താണ് കർത്താവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായിട്ട് സ്വീകരിക്കാൻ കർത്താവ് എന്റെ ജീവിതത്തിനകത്ത് ഭാഗ്യമൊരുക്കിയത്. എന്റെ അമ്മ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മകളാണ്. എങ്കിലും കർത്താവ് ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങള് ഒരു കത്തോലിക്ക പള്ളിയിലൊക്കെ പോയെങ്കിലും കർത്താവ് അതിൽ നിന്നെല്ലാം യഥാർത്ഥമായ സത്യത്തെ അറിയുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഭാഗ്യമൊരുക്കി. ഞങ്ങളുടെ കുടുംബത്തേക്ക് ആദ്യം യേശുക്രിസ്തുവിനെ കൊണ്ടുവന്നത് എന്റെ സഹോദരിയാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ മുഖാന്തരം ചില പ്രയാസങ്ങളിലൂടെ കടന്നുപോയ സമയത്താണ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ദൈവം ഭാഗ്യം തന്നത്. എന്നാല് വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഇതാണ് സത്യമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, സത്യം അറിഞ്ഞത് എനിക്ക് ഒത്തിരി വെറുപ്പായിരുന്നു. കാരണം എനിക്ക് ഈ പെന്തക്കോസ്ത് സമൂഹം അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഒത്തിരി വെറുപ്പായിരുന്നു. ഞാൻ എന്റെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, നീ അതിനകത്ത് പോയാൽ ഒരിക്കലും ഞാൻ അതിനകത്ത് വരത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചും തർക്കിച്ചൊക്കെ നിന്ന സമയത്ത് കർത്താവ് എന്നെ ആ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്റെ അമ്മയുടെ ഒരു സഹോദരന്റെ വീട്ടില് ഒരു പ്രയർ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ദേവദാസന്മാര് വന്ന് ദൈവജനം ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം എന്റെ മനസ്സിൽ തോന്നി, ഇവരെന്തുവാ ഈ പറയുന്നതെന്ന് കേൾക്കുവാനായിട്ട്. അവരാരും അറിയാതെ ആ വീടിന്റെ പുറകിൽ ഞാനിങ്ങനെ ചെന്നിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അതുവരെയും ഞാൻ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവവചനം കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെയോ കുറച്ച് ശരികളുണ്ട് എന്ന് എന്റെ മനസ്സിങ്ങനെ പറയുന്നൊരു അനുഭവം ഉണ്ടായി. അതിനുശേഷം എന്റെ ചേച്ചി അവള് പോകുന്ന ചർച്ചിലേക്ക് എന്നെ വിളിച്ചു. ഞാൻ അന്ന് പള്ളി പോകുന്ന സമയമായിരുന്നു. പള്ളി പോയതിനു ശേഷം അവിടേക്ക് പോകും. പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകുന്ന എന്റെ അമ്മ ഒരു ഹിന്ദു ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഇതിലാണ് ജീവിച്ചിരുന്നത്. എന്റെ അമ്മയുടെ സഹോദരങ്ങള് അവരെല്ലാം ആ ഹിന്ദു മാർഗത്തിലായതുകൊണ്ട് അങ്ങനെ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാല് ദൈവം ഞങ്ങളെ സ്നേഹിച്ചു. ഒരുപക്ഷെ മനുഷ്യർക്ക് ആർക്കും ഞങ്ങളുടെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാതിരുന്നപ്പോ ക്രിസ്തു ഞങ്ങളെ സ്നേഹിച്ചു. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ചേർന്നെങ്കിലും ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധമൊന്നും എന്റെ ജീവിതത്തിനകത്ത് ഇല്ലായിരുന്നു. സത്യം ഏതാണെന്ന് മനസ്സിലായി, അവിടെ പോകുന്നു വരുന്നു എന്നല്ലാതെ ഒരു പേഴ്സണലി കർത്താവുമായിട്ടൊരു അറ്റാച്ച്മെന്റ് എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായില്ല. അതിനുശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്റെ വിവാഹം കഴിച്ച ആള് എന്നെ വിവാഹം കഴിക്കാനായിട്ട് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും സ്നാനപ്പെട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു. വിവാഹം കഴിഞ്ഞു നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മദ്യപാനം അതുപോലെ തന്നെ കഞ്ചാവിനും ഒക്കെ അടിമയായിരിക്കുന്ന ഒരു വ്യക്തിയാണ്
എന്നെ കല്യാണം കഴിക്കാൻ ഇടയായിത്തീർന്നു. അതെന്നെ ഒത്തിരി അങ്ങ് വിഷമിപ്പിച്ചു. കാരണം എന്റെ പപ്പ മരണപ്പെട്ടത് മദ്യപാനം മുഖാന്തരമാണ് മരണപ്പെട്ടത്. അപ്പം എനിക്ക് ഈ മദ്യപിച്ച് വരുന്ന ആളുകളെ കാണുന്നതും അവരുമായിട്ട് ഇടപഴകുന്നതും ഒക്കെ എന്റെ മനസ്സിനകത്ത് ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്റെ പപ്പ ചെറിയ പ്രായത്തിൽ അങ്ങനെ മരിച്ചു. പോലീസ് കേസ്, പോലീസുകാരെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു ചെറിയ പ്രായത്തിലേ അങ്ങനെ ആ ഒരു മദ്യപാനത്തിന്റെ ആ ഒരു വലിയൊരു ആഘാതം എന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മദ്യപിച്ച് വരുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് എന്റെ ഉള്ളിലൊരു ഭയങ്കര പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലുള്ള ഒരു വ്യക്തിയെ തന്നെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് ലഭിക്കാനിടയായി തീർന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല, എന്റെ വീട്ടിലൊന്നും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ മദ്യപിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇത്രയധികം മദ്യപിക്കുന്ന ഒരാളാണെന്നൊന്നും വീട്ടിൽ ഞാൻ പറഞ്ഞില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്റെ കർത്താവിനെ വിടിവിക്കാൻ കഴിയാത്ത യാതൊന്നും ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഞാൻ എല്ലാ ദിവസവും ഇദ്ദേഹം മദ്യപിച്ചു വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ആ കാൽച്ചുവട്ടിലിരുന്ന് ഞാനിങ്ങനെ ഒത്തിരി സമയം രാത്രിയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എനിക്ക് ഇതിൽ നിന്നൊരു ഒരു വിടുതൽ എനിക്ക് തരണം. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും ദൈവനാമം ഞാൻ മുഖാന്തരം ദുഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ അനുവദിക്കരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. 2 വർഷം കടന്നുപോയി. മദ്യപാനത്തിന് ഒരു മാറ്റമില്ല. മദ്യപാനം മാത്രമല്ല, കൂട്ടുകെട്ടും മറ്റുള്ള തരത്തിലുള്ള സ്വഭാവങ്ങള് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാല് കർത്താവ് ഒരു 2 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചു. അപ്പൊ നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും പ്രയാസങ്ങൾ നിനക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടും എന്തുകൊണ്ടാണ് നിനക്ക് എന്നെ ഇങ്ങനെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നതെന്ന് അദ്ദേഹം ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചിരിക്കും. ഞാനും ചിന്തിക്കും, എങ്ങനെയാ കർത്താവ് എനിക്ക് ഇങ്ങനെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നത്? ഒരിക്കലും എന്റെ ബുദ്ധി വെച്ച് എനിക്ക് ഒരിക്കലും അങ്ങനെ അത്രയും ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ദൈവം എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ട് അതിനുശേഷം മനസ്സിലാക്കുവാനിടയായി തീർന്നു. കാരണം ദൈവത്തെ ശരിക്കും രുചിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, എന്റെ ജീവിതത്തിനകത്ത് ദൈവം ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എന്റെ ബുദ്ധിയൊന്നുമല്ല, കർത്താവ് എന്നെ നേരത്തെ കണ്ടതുകൊണ്ട് അപ്രകാരമൊക്കെ കർത്താവ് എന്റെ ജീവിതത്തിലൂടെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു 2 വർഷങ്ങളൊക്കെ ഇതുപോലെ തന്നെ കടന്നുപോയി. എന്നാല് ഞാൻ പ്രാർത്ഥനയിൽ ഒട്ടും ഞാൻ മടുത്തു പോയില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കർത്താവ് എന്റെ ഹസ്ബൻഡിനെ വിടിവിക്കുമെന്നൊരു ഉറപ്പ് എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. സ്നേഹം കൊണ്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യം, സ്നേഹം കൊണ്ട് ഒരു വ്യക്തിയെ നേടാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് എന്നിലൂടെ അത് ചെയ്തെടുക്കണം എന്ന് ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും കർത്താവ് ആ മനുഷ്യനെ നേടിയെടുക്കും കർത്താവിന്റെ ജീവിതത്തിനകത്ത് സഹായിച്ചത്. അത് ഒരു സ്വപ്നം കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. സ്വപ്നം കാണിച്ചു തന്നത് ഇങ്ങനെയായിരുന്നു. ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോണ സമയത്ത് പോയി തിരിച്ചു വരുമ്പോ കൂട്ടുകാർ ചേർന്ന് എന്റെ ഹസ്ബൻഡിനെ ഉപദ്രവിക്കണതും ഒത്തിരി മുറിവുകളൊക്കെ ശരീരത്തിനകത്ത് പറ്റി അവശ്യ നിലയിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതൊക്കെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ രാവിലെ എണീച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇന്ന് കൂട്ടുകാരുടെ കൂടെ ഒന്നും പോവരുത്, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പം അന്ന് എന്നെ ഒത്തിരി പരിഹസിച്ച്, നിന്റെ ഒരു സ്വപ്നം, നിന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവത്തിനോട് ഭയം ഉണ്ടോന്ന് വെച്ചാൽ ഭയമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ അതിനങ്ങനെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ട് പോയി. പക്ഷെ രാത്രി ഒരു 11 മണിയായിട്ടും എന്റെ ഹസ്ബൻഡിനെ കണ്ടില്ല. വിളിച്ചിട്ട് ഫോണ് റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. കുറെ നേരം കഴിഞ്ഞപ്പോ റിങ് ചെയ്യുന്നില്ല, സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന ഒരു അവസ്ഥ. ശരിക്കും ഞാൻ ആ രാവിലത്തെ ഞാൻ കണ്ട സ്വപ്നം എന്നെ ഒത്തിരി ഭയപ്പെടുത്തി. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അടുത്തും പപ്പയുടെ അടുത്തൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്റെ പപ്പ ആദ്യം ഞാൻ എന്റെ അമ്മയും കൂടി അന്വേഷിച്ചു പോകാനിടയായി തീർന്നു. അപ്പൊ ഞങ്ങളുടെ വീട് ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ്. കാരണം ഒത്തിരി സ്ഥലങ്ങളാ ഓരോരുത്തർക്കും. ഞങ്ങൾക്ക് തന്നെ 2 ഏക്കറിന്റെ അടുത്ത് സ്ഥലമുണ്ട്. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ 8ഉം 5ഉം 4ഉം ഒക്കെ ഏക്കർ. അപ്പൊ ഇവിടെ ഒന്നും താമസക്കാരില്ല. അവിടെ താമസിക്കുന്നത് ഞങ്ങൾ മാത്രം. അപ്പം ഒരു വീട്ടിലേക്ക് പോകുന്നെങ്കിൽ ഒരു 4-5 ഏക്കർ കഴിഞ്ഞു വേണം ഒരു വീട്. അപ്പം അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അടുത്തുള്ള ഒരു വീട്ടിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞു, സിന്ധു വീട്ടിൽ പോയിട്ട് പപ്പേനെ പറഞ്ഞു വിടാൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അവനെ ഞങ്ങൾ കണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. പപ്പയുടെ അടുത്ത് പറഞ്ഞു. പപ്പ ചെന്നു. ആ സമയത്ത്
പപ്പ വീട്ടിൽ നിന്ന് പോയ സമയത്ത് തന്നെ വീട്ടില് ഒരു ബ്രദർ ഇങ്ങനെ വടിവാളൊക്കെ ആയിട്ട് വന്നു. അവനെ കണ്ടു കഴിഞ്ഞാല് ഇന്ന് അവൻ തീർന്നു എന്നെല്ലാം പറഞ്ഞിങ്ങനെ വന്നു. അപ്പം ഒത്തിരി അത് മാനസികമായിട്ട് അങ്ങ് ഭയങ്കര ഒരു ഭാരം ആ സമയത്ത് വന്നു. എങ്കിലും പപ്പ കടന്നു പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒത്തിരി ദേഹത്തെല്ലാം മുറിവ് പറ്റി ഒരു അവശ്യ നിലയില് എന്റെ ഹസ്ബൻഡിനെ എന്റെ പപ്പ കൂട്ടിക്കൊണ്ടുവരാൻ റെഡിയായി തീർന്നു. പക്ഷെ അന്ന് ദൈവം ഒരു വലിയ കാര്യം ചെയ്തു. പുള്ളി വീട്ടിൽ വന്ന് എന്നെ കണ്ട സമയത്ത് തന്നെ ഓടി വന്ന് എന്റെ കാലയെ പിടിച്ചിങ്ങനെ ക്ഷമ പറയാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോടല്ല ക്ഷമ പറയേണ്ടത്, ദൈവമാണ് ഈ കാര്യം കാണിച്ചു തന്നത്, അപ്പം ദൈവത്തോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞു. അന്ന് മുതല് സ്വഭാവത്തിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ കർത്താവ് വരുത്തുവാനിടയായി തീർന്നു. അതിനുശേഷം എന്റെ കൂടെ ചർച്ചിൽ വരുമെങ്കിലും ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ചർച്ചിൽ വരാനും സ്ഥിരമായിട്ട് ചർച്ചിൽ വരാനും എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അന്ന് മുതൽ ഈ മദ്യപാനത്തിൽ നിന്ന് കർത്താവ് വിടിവിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ ലൈഫിനകത്ത് മറ്റൊരു കാര്യം ഉണ്ടായത്, എനിക്കൊരു മേജർ സർജറി വേണ്ടി വന്നു. എന്റെ യൂട്രസിലേക്ക് പോകുന്ന 2 ഫെലോപ്പിയൻ ട്യൂബും കട്ട് ചെയ്ത ഒരു സാഹചര്യം ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. ഒരു ട്യൂബിൽ പ്രഗ്നൻസിയും ഒരു ട്യൂബിൽ മുഴയുമായിരുന്നു. അത് എമർജൻസി ആയിട്ട് ഞാൻ ഒരു മാസക്കാലം ഈ ഒരു പ്രോബ്ലം കൊണ്ട് മെഡിക്കൽ കോളേജിൽ കിടന്നൊരു വ്യക്തിയാണ്. എന്നാൽ എന്റെ ഒരു സർജറി എല്ലാം ഫിക്സ് ചെയ്ത് കീ ഹോൾ ചെയ്യാമെന്ന് ഡേറ്റ് ഒക്കെ തന്ന് ഡോക്ടർ പോയ അന്ന് രാത്രി എനിക്ക് പെട്ടെന്ന് ഞാന് വയറുവേദന വന്ന് ബോധം കെട്ട് വീണു. ആ സമയത്ത് ഈ മുഴ പൊട്ടി എന്ന് പറഞ്ഞ് എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പൊ ആ സമയത്ത് അവര് എന്റെ 2 ട്യൂബും കട്ട് ചെയ്ത ഒരു സർജറിയാണ് ചെയ്തത്. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞു, ഇനി തലമുറയെ കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മൾ വിഷമിക്കണ്ട എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നുള്ളൊരു കാര്യം പറയാൻ ഇടയായിരുന്നു. എന്നാല് ദൈവം ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് മെഡിക്കൽ സയൻസ് നോ പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ഞങ്ങൾക്ക് നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അപ്പൊ ആ സമയത്ത് അവനെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തന്നെ ഡോക്ടർ പറയുമായിരുന്നു, ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായതെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവന് ആരോഗ്യമില്ലാത്ത കുഞ്ഞായിരിക്കാം, അംഗവൈകല്യമുള്ള കുഞ്ഞായിരിക്കാം, ഏതെങ്കിലും തരത്തിലൊരു വൈകല്യം അവനുണ്ടാകും. അപ്പം എന്റെ അടുത്ത് ഇങ്ങനെ ഡോക്ടർ എന്നെ ഇതിങ്ങനെ പറഞ്ഞു, അതായത് അങ്ങനെ ഒരു കുഞ്ഞാണ് ഉണ്ടാകുന്നെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഡോക്ടർ എന്നെ ഇങ്ങനെ ടേൺ ചെയ്ത് എടുക്കുവാനിടയായി തീർന്നു. 4 സർവശക്തനായ ദൈവം ആരോഗ്യമുള്ള നല്ലൊരു തലമുറയെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തരാനിടയായി തീർന്നു. ദൈവം നമുക്ക് എപ്പോഴും തരുന്നത് ഊനമില്ലാത്തതായിരിക്കും. ദൈവത്തിന്റെ പദ്ധതി അപ്രകാരമാണ്. അതിനുശേഷം ഈ തലമുറ ഇല്ലാത്ത വ്യക്തികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഭാരമാണ്. കാരണം നമ്മൾ ആ ഒരു വിഷമം മനസ്സിലാക്കിയതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി തീർന്നു. ഒരു സമയത്ത് ഒരു വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും തലമുറയില്ലാത്ത വിഷയം മാത്രമല്ല, അവര് ഒത്തിരി മരുന്നുകൾ കഴിച്ചു, ഒത്തിരി വഴിപാടുകളും ഇതെല്ലാം കഴിച്ചു. ഒരു ഹിന്ദു കുടുംബം. എന്നാൽ ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് അവരനുഭവിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ആ സിസ്റ്ററിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരു വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പം നല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിൽ എന്റെ ഹസ്ബൻഡിന്റെ പണി സൈറ്റില് വന്നുകൊണ്ടിരുന്ന ഒരു ബ്രദറാണ്. അപ്പം ഇങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായിട്ട് ഇത് ഞാൻ അങ്ങ് ഏറ്റെടുത്തു. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് ആരും എന്നെ തട്ടി വിളിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായി. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോ ആരുമില്ല. പക്ഷെ എന്റെ ഉള്ളിൽ പറയാ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ള ഒരു ആഹ്വാനം എനിക്കുണ്ടായി. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ രാവിലെ ആയി കഴിഞ്ഞപ്പോ അവരെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു നിർബന്ധമാണ്. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. പരിശുദ്ധാത്മാഭിഷേകം ഒന്നും ഞാൻ അന്ന് അതിന്റെ നിറവോ അത് എന്താന്ന് പോലും എനിക്ക് അറിയാത്ത ഒരു സമയത്ത്. പക്ഷെ വിഷയം കേൾക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല. എന്നാല് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ അങ്ങനെ പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് അവരെ വിളിച്ചു തന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം അവിടെ ഭയങ്കര അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു. ഒരു 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്രാർത്ഥിക്കുന്നു വരെ ഞാനൊരു വലിയൊരു ഭാരം ചുമന്ന്
നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. എനിക്ക് എന്റെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തില് ഞാൻ അങ്ങ് അസ്വസ്ഥമായിരുന്നു. പക്ഷെ ഞാൻ ആ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ എന്നെ കളിയാക്കിയേക്കും. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ കളിയാക്കത്തില്ല, ചേച്ചി എന്താന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയുടെ കൈ ഒന്ന് വയറിൽ വെക്കി, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. എനിക്ക് അറിയുന്ന ഭാഷയിൽ ഞാനിങ്ങനെ വളരെ ലഘുവായിട്ട്, അധികം നീട്ടി വലിച്ചൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ഭാഷാശുദ്ധി അതൊന്നുമല്ല. ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അപ്രകാരമാണ് നാം ദൈവസ്ഥനിൽ മുട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ജീവിതത്തിനകത്ത് അനുഭവിച്ചായിരുന്നു. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് അവർക്ക് അടയ്ക്കാൻ പറ്റാത്ത തരത്തിൽ അവരിങ്ങനെ കരയുന്ന ശബ്ദം ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ആദ്യം പേടിച്ചു പോയെങ്കിലും അവര് പറഞ്ഞു, അന്ന് പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ സിസ്റ്റർ കൺസീവ് ആണെന്ന് പറഞ്ഞു. 1.5 മാസം കൂടി കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, സ്കാൻ ചെയ്തു, ഇരട്ട കുഞ്ഞുങ്ങളാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അനുഗ്രഹിക്കപ്പെട്ട 2 പെൺതലമുറയെ കർത്താവ് അവർക്ക് നൽകി കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ വിഷയമായിട്ട് ഒത്തിരി അമ്പലങ്ങള്, ഒത്തിരി പള്ളികള് എല്ലാം ഞങ്ങൾ നേർച്ചയും വഴിപാടുമായിട്ട് നടന്നതാണ്. പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു എന്ന് പറയാനിടയായി തീർന്നു. അത് എന്റെ ജീവിതത്തിനകത്ത് എന്നെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു. പിന്നീട് ധൈര്യത്തോടെ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. അതിനുശേഷം ജീവിതം മുന്നോട്ട് പോയി. ഞങ്ങള് 2 പേരും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി തീർന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമുക്ക് ഒരു സ്റ്റേജ് വരെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തുള്ളൂ. അതിന്റെ അപ്പുറത്തെ സ്റ്റേജിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ഒരു അവസ്ഥ. അപ്പം ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരുന്ന ആളുകളെയൊക്കെ സമീപിച്ചു. അപ്പൊ പലപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നു. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒതുങ്ങിപ്പോയ ഒരു അനുഭവത്തില് കർത്താവ് ഞങ്ങളെ കണ്ടതുകൊണ്ട് ഞങ്ങളുടെ ലൈഫിനകത്ത് ഒരിക്കലും ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. ആ പ്രതിസന്ധിക്കകത്ത് ഞങ്ങള് മരിക്കാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ ദൈവം ഓരോ സമയങ്ങളിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്തു. ഒരു സമയത്ത് എന്റെ ബോഡി മുഴുവൻ ഒരു സ്കിൻ ഡിസീസ് വന്നു. ഡിസീസ് വന്നിട്ട് ഞങ്ങള് പല ആയുർവേദം, അതുപോലെ തന്നെ ഹോമിയോ, ഇംഗ്ലീഷ് പല പല കാര്യങ്ങൾ ചെയ്തിട്ട് മാറാതിരുന്ന ഒരു സമയം. അങ്ങനെ ഒരു ക്യാൻസർ സെന്ററിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നത്. ഒരു ഡോക്ടർ അവിടേക്ക് വിട്ടു. അവിടെ ചെന്ന പല ടെസ്റ്റുകളും എല്ലാം നടത്തി. അവര് പറഞ്ഞൊരു കാര്യം, ഇതൊരു സ്കിൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ എത്ര മരുന്ന് കഴിച്ചാലും അതിനൊരു മാറ്റവും ഇല്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥ, ശരീരം മുഴുവൻ ഒരു അങ്ങനെ ആ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ ഭാരപ്പെട്ടു. പലപ്പോഴും ഇങ്ങനെ ഡ്രസ്സ് എല്ലാം ശരീരം മൊത്തം പഴുത്തൊലിക്കുന്ന ഒരു അവസ്ഥ. അപ്പം ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ പഴുപ്പിനോട് ഇങ്ങനെ ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ ആ ഉടുപ്പ് ഊരണമെങ്കിൽ ചൂടുവെള്ളമൊക്കെ ഇതാക്കി അവിടെ ഇങ്ങനെ ആദ്യം വെള്ളം കൊണ്ട് ഒപ്പി അത് പതുക്കെ പതുക്കെ വലിച്ചെടുക്കുക. ആ വലിച്ചെടുക്കുന്ന സമയത്ത് ചോരയും ചിലൊക്കെ ഒഴുകി ഭയങ്കര പെയിൻ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഞാൻ ഒത്തിരി നാളുകൾ കടന്നുപോയി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എന്റെ വീട്ടിൽ ഞങ്ങളുടെ കസിൻ ഒരു മോൻ വന്നു. ആ മോൻ ഇത് കണ്ടപ്പോ, ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്ക് വന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞായിരുന്നു, അവൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു. ഞാൻ അവനോട് പറഞ്ഞപ്പോ അവൻ ഒത്തിരി വിഷമായി. ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രസന്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ആ കുഞ്ഞാന്ന് വന്ന സമയത്ത് ഒത്തിരി അധികം സംസാരിക്കുന്നില്ല. ഞാനൊരു നിരാശപ്പെട്ട ഒരു അവസ്ഥയായപ്പോഴും അവൻ എന്നോട് കാര്യം ചോദിച്ചു. അവൻ തിരിച്ച് അവന്റെ നാട്ടിലേക്ക്, തിരുവല്ല അവിടേക്ക് തിരിച്ചു പോയി. അവിടെ ചെന്ന് അവന്റെ ഞങ്ങളുടെ ഒരു കസിൻ സിസ്റ്റർ, ഒരു ആന്റിയുടെ അടുത്ത് പറഞ്ഞു. അവര് എന്നെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട കുടുംബം തന്നെയായിരുന്നു. എന്നാൽ അവര് ഞങ്ങളോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ, ഞങ്ങളോട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ ഹസ്ബൻഡും കൂടി അവിടെ കടന്നു ചെന്നു. ദേവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരു 3 ദിവസം ഉപവസിച്ച് 3ാമത്തെ ദിവസം ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുടുംബമായിട്ട് പിന്നീട് വീണ്ടും അവിടേക്ക് കടന്നു ചെന്നു. ആ ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം എന്റെ ജീവിതത്തിനകത്ത് അതൊരു വലിയ വിടുതലായിട്ട് ചെയ്തു.
കർത്താവ് എനിക്ക് എതിരെ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചതായിരുന്നു. കാരണം എന്റെ ബിസിനസ് ഞാൻ അത് നിർത്തി ഞാൻ ഒന്നുമില്ലാത്തവളായി തീരാനായിട്ട് ചെയ്തു വെച്ച ഒരു കാര്യമായിരുന്നു. അതെല്ലാം കർത്താവ് പേര് സഹിതം വ്യക്തി സഹിതം ഇങ്ങനെ വെളിപ്പെടുത്തി അത് അഴിഞ്ഞു, എന്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു വലിയ ബാധ അഴിഞ്ഞു മാറി. ഞാൻ സൗഖ്യമുള്ളവളായിട്ട് മാറി. കാരണം ഞാൻ അവിടെ നിന്ന് യാത്ര ചെയ്ത് തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും എന്റെ ആ പഴുത്ത് ഒലിച്ച് ഇരുന്ന ആ വ്രണങ്ങളൊക്കെ ഉണങ്ങിയ ഒരു അനുഭവം എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായി. കർത്താവ് എനിക്ക് അതൊരു പൂർണ്ണ സൗഖ്യം തരുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്തപ്പോഴും പലപ്പോഴും ഞാൻ കർത്താവിൽ നിന്ന് വഴുതി പോയ അനുഭവങ്ങൾ, ജീവിത അനുഭവങ്ങൾ കൊണ്ട് ദൈവം ഉണ്ടോ എന്ന് പോലും ചോദിക്കുന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായി. എന്നാൽ ദൈവം എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുക. കുടുംബ ജീവിതം തകർന്ന് ഇനി മുന്നോട്ട് പോവാൻ കഴിയില്ല എന്ന് ചിന്തിച്ച ഒരു സാഹചര്യത്തില് കുടുംബമായിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങി വിഷമെല്ലാം വാങ്ങിച്ച് വീട്ടില് വെച്ച ആ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായി. ഒറ്റപ്പെടൽ, എല്ലായിടത്തും ഒരു ഒറ്റപ്പെടല്, ഒരു ഡിപ്രഷൻ, കടുത്തൊരു ഡിപ്രഷന്റെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി. എന്നാല് അതിന്റെ ആ ഒരു സമയത്ത് എന്റെ കടയിൽ വന്നുകൊണ്ടിരുന്ന ഒരു ചേച്ചി, പുള്ളിക്കാരി നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. പുള്ളിക്കാരി ഞാൻ എന്തുകൊണ്ട് കടയെല്ലാം അടച്ചു എന്നൊരു ചോദ്യം വന്നപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്തു. എനിക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ദൈവാത്മാവ് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുത്തു. അത് ചോദിക്കാനായിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റാത്ത തരത്തിലെ ഡിപ്രഷന്റെ അങ്ങേയറ്റം ആ ഒരു സമയമായിരുന്നു. എന്നാൽ ഒത്തിരി തവണ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചു. എന്നോട് പറഞ്ഞു, മോനെ, നിന്നെ കുറിച്ച് ദൈവത്തിന് നല്ല പദ്ധതിയുണ്ട്. ദൈവം ഇങ്ങനെ മരിച്ചു കളയാനല്ല ദൈവം നിന്നെ കുറിച്ച് കണ്ടേക്കുന്നത്. അനേകരെ ഇതിൽ നിന്ന്, നീ ഇപ്പൊ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്ന് പുറത്തു വരണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി തീർന്നു. എന്നോട് പറഞ്ഞു, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്റെ ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്, നീ അവിടെ കടന്നു പോകണം, അതിന് നിന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി മാറ്റം വരുമെന്ന് പറയാൻ ഇടയായി തീർന്നു. ഇപ്പൊ എന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇപ്പുറം ഒരു മിറക്കിൾ ഹോം എന്ന് പറഞ്ഞ ഒരു പോലീസ് ടൈപാസ്റ്റിന്റെ ഒരു പ്രാർത്ഥനാലയം ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവിടെ കടന്നുപോയത്. അവിടെ കടന്നുപോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോ പാസ്റ്റർ ഇങ്ങനെ എല്ലാവരോടും ദൂത് പറയുന്നതൊക്കെ കണ്ടു. അപ്പം എന്റെ അടുത്ത് മാത്രം ഒരു ദൂതും പറയാതെ പാസ്റ്റർ ഇങ്ങനെ തിരിച്ച് മടങ്ങി പോകുന്ന സമയത്ത് ഞാൻ ഉള്ളിൽ പറഞ്ഞു, ദൈവത്തിന് പോലും എന്നെ വേണ്ട, ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്ന് ഞാൻ എന്റെ മനസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് പാസ്റ്റർ ഞാനത് പറഞ്ഞത് കേട്ടതുപോലെ പാസ്റ്റർ പെട്ടെന്ന് തിരിച്ചു വന്ന് എന്റെ തലയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. അത് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ആ അഭിഷേകത്തിന്റെ കൈ എന്റെ തലയിൽ വെച്ചപ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് പോലത്തെ ഒരു അനുഭവം എന്റെ ബോഡിക്കകത്ത് ഉണ്ടായി. ഒരു വല്ലാത്തൊരു തണുപ്പ് ഞാനിങ്ങനെ അനുഭവിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തെന്നില്ലാത്ത എല്ലാത്തിനും നേരിടാൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു ചിന്ത എന്നെ അതിനുശേഷം ഇങ്ങനെ ഭരിക്കുവാനിടയായി തീർന്നു. ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാന് പറഞ്ഞെങ്കിലും പിന്നെ പുറത്തുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങള് നിങ്ങള് ഫേസ് ചെയ്യുക. അപ്പൊ വീണ്ടും ഇതൊന്നും വേണ്ട, ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മരണമല്ലാതെ ഇല്ലെന്ന് ചിന്തിച്ച സമയത്ത് എന്നെ അവിടേക്ക് പറഞ്ഞു വിട്ട ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, പാസ്റ്ററിനെ വിളിച്ച് നീ ഒന്ന് പ്രാർത്ഥിക്കുക, അപ്പം നിന്റെ അവസ്ഥക്ക് വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. ഫോൺ നമ്പർ തന്നു. ഞാൻ ആ പാസ്റ്ററിനെ വിളിച്ച സമയത്ത് പാസ്റ്റർ ഫോൺ എടുത്തില്ല. അതിനുശേഷം പാസ്റ്റർ, അപ്പം അന്ന് രാത്രി എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് ഇന്ന് എന്തായാലും മരിക്കാം, നാളെ രാവിലെ എനിക്കിപ്പോ നമ്മുടെ ശവങ്ങളാണ് മറ്റുള്ളവർ കാണാൻ പോകുന്നത് എന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാല് ഞാൻ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ആ പാസ്റ്ററിനെ വിളിച്ചു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡ് വന്നപ്പോ പറഞ്ഞു, ഒരു ദിവസത്തേക്ക് കൂടി ക്ഷമിക്കുക. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊരു കാര്യം, ദൈവമുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കുടുംബമായിട്ട് കർത്താവിന് വേണമെന്ന് ഉണ്ടെങ്കിൽ ആ ദേവദാസനൊന്ന് വിളിക്കണം. ഇതാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ യാന്ത്രികമായിട്ടെല്ലാം ഒരുക്കി
എന്നുവെച്ചാൽ മനസ്സുകൊണ്ടല്ല, എന്നാലും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണമല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഞാൻ അവരെ ഒരുക്കി സ്കൂളിലേക്ക് വിട്ടു. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ ഫോണ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ വന്നെടുത്ത് നോക്കിയപ്പോൾ ദേവദാസനാണ്. ദേവദാസനോട് വിളിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ഇന്നലെ തൊട്ട് വിളിക്കുന്ന ആൾ ആരാണ്, എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ വിളിച്ചത്? ഞാൻ ദേവദാസനോട് പറഞ്ഞു, ദേവദാസനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അതിന് വേണ്ടിയാ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, മരണം ഒന്നിനും ഒരു പ്രതിവിധിയല്ല, അത് ഒരു എല്ലാത്തിനും ഒരു ഒളിച്ചോട്ടമാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ശേഷം പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ പാസ്റ്റർ പറഞ്ഞു, സിന്ധു, നീ ഇപ്പൊ ചെയ്യാൻ ഒരുക്കുന്ന കാര്യം ഒരിക്കലും ശരിയല്ല. സഹോദരി ഒരു കാര്യം ചെയ്യണം, അത് എടുത്ത് മാറ്റി കളയണം. എന്നിട്ട് ഞാൻ വെള്ളിയാഴ്ച ഞാൻ വീട്ടിലേക്ക് വരും. ഇപ്പൊ ഞാൻ വീട്ടിലല്ല, വീടിന് വെളിയിൽ ഞാനൊരു സ്റ്റേറ്റില് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയേക്കുവാണ്. ഞാൻ വെള്ളിയാഴ്ച വരും, നിങ്ങൾ കുടുംബമായിട്ട് വെള്ളിയാഴ്ച രാവിലെ എന്നെ ഒന്ന് കാണാനായിട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഹസ്ബൻഡ് വന്നു. ഞാനിങ്ങനെ വിളിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഒരു സ്ഥലത്തേക്ക് വരുന്നില്ല, എല്ലാം കള്ളന്മാരാ. പ്രത്യേകിച്ച് ആ മിറക്കൽ ഹോമിന്റെ ബോർഡ് കാണുമ്പോ എന്നോട് എപ്പോഴും പറയും ഇതൊരു കള്ളത്തരമാണ് എന്നെല്ലാം പറയും. എപ്പോഴും നിന്ദിച്ച ഒരു സ്ഥലമായിരുന്നു. എന്നാല് ആ നിന്ദിച്ച ഇടത്തേക്ക് കർത്താവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. വെള്ളിയാഴ്ചയായി. അപ്പം എന്നോട് വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ പ്രാർത്ഥിച്ച ചേച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, ഉപവസിച്ച് പ്രാർത്ഥിക്ക്, ദൈവാത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എന്റെ ജീവിതത്തിനകത്ത് ആദ്യമായിട്ട് 3 ദിവസം ഫുള്ളായിട്ട് ഉപവസിക്കുവാനായിട്ട്, അന്ന് എന്റെ ഉപവാസം കർത്താവ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ മനസ്സിലാക്കുവാണ്. അന്ന് ഞാൻ എന്റെ ലൈഫിനകത്ത് ആദ്യമായിട്ടാണ് 3 ദിവസം ഫുള്ളായിട്ട് ഉപവസിക്കുന്നത്. ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം ഞാനിങ്ങനെ എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഒരുക്കി എന്റെ ഹസ്ബൻഡിനോട് ഞാൻ ഡ്രസ്സ് എല്ലാം എടുത്തു കൊടുത്തിട്ട്, ഒരുങ്ങി നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൂടെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് ആ വീട്ടിലേക്ക് പോയി. അപ്പൊ എന്നെ പോകുന്ന വഴിയിലൊക്കെ എന്നോട് പറഞ്ഞു, ഒരു 10 മിനിറ്റ് അതിൽ കൂടുതൽ ഞാൻ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ചെന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറിലധികം നേരം ആ ദേവദാസ് ഞങ്ങളോട് സംസാരിച്ചു. അതുവരെ ഞങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ അനുഭവിച്ച ഒത്തിരി കാര്യങ്ങളെ ദേവദാസ് ഞങ്ങളോട് സംസാരിക്കുവാനിടയായി തീർന്നു. വിദ്യാഭ്യാസം, അതുപോലെ എന്റെ വീട്ടിലത്തെ സാഹചര്യങ്ങൾ, എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലത്തെ സാഹചര്യങ്ങൾ, ദൈവത്തെ അറിഞ്ഞ ഒരു സാഹചര്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞിട്ട് ദേവദാസൻ പറഞ്ഞു, നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്, കുടുംബമായിട്ട് കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിടുവാനായിട്ട് ഇടയായി തീർന്നു. അതുവരെയും അനുഭവിക്കാത്ത ഒരു വലിയൊരു സമാധാനം ഹൃദയത്തിനകത്ത് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ അന്ന് ആ വീടിന്റെ ഗേറ്റ് കടന്നു വരുമ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്തായാലും ഞാൻ മരിക്കാൻ തീരുമാനിച്ചതാ. ഇനി മരിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിനായിട്ട്, ജീവിക്കുന്നുവെങ്കിലും അത് ക്രിസ്തുവിനായിട്ട് എന്നൊരു തീരുമാനം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി വന്നു. അതിനുശേഷം എല്ലാ പ്രാർത്ഥനകൾക്കും, അവിടെയുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും എല്ലാം ഞാനിങ്ങനെ നിരന്തരമായിട്ട് എന്റെ ദൈവത്തിന് ജീവിതത്തെ അങ്ങ് വിട്ടുകൊടുക്കുവാനിടയായി തീർന്നു. എന്ത് വന്നാലും കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നൊരു തീരുമാനം ഹൃദയത്തിനകത്ത് എടുത്തു. അങ്ങനെ ആ പോയിക്കൊണ്ടിരിക്കുന്ന പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. ഞങ്ങൾ ആദ്യം പോയിക്കൊണ്ടിരുന്ന സഭയില് അത് ഭയങ്കര പ്രശ്നമായി. അവിടെ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം, ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയി. എന്നാൽ അങ്ങനെയൊക്കെ വന്ന് ഞങ്ങൾ എവിടെ ആരാധനയ്ക്ക് പോകാതിരുന്ന സമയത്ത് ഞങ്ങളുടെ ഈ പാസ്റ്റർ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരുന്നെങ്കിൽ വരാം, ഒന്ന് വന്ന് നോക്കുന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അന്ന് മുതൽ ആ പാസ്റ്റർ, പോലീസ് മത്തായി പാസ്റ്ററിനോട് കൂടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഞങ്ങള് കടന്നുപോയി. ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് പാട്ട് പാടി ആരാധിച്ച് തുടങ്ങുമ്പോൾ തന്നെ 1 മണിക്കൂറോളം ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. അതിനുശേഷമാണ് ശരിക്കും ആരാധന തുടങ്ങുന്നത്. അപ്പം ഇതെന്റെ ലൈഫിനകത്ത് എനിക്ക് ഭയങ്കര ഒരു ഇതായി, എനിക്ക് മാത്രം പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത, പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്കും അന്യഭാഷ പ്രാപിക്കണം എന്നുള്ളൊരു കൊതി എന്റെ ഹൃദയത്തിനകത്ത് വന്നു. പിന്നെ ആ ഒരു അടുത്ത ദിവസങ്ങൾ തന്നെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു പോവുകയും ദൈവം എന്റെ ആഗ്രഹത്തെ മാനിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവും എന്റെ ലൈഫിനകത്തും കർത്താവ് നൽകി തന്നു. അതെനിക്ക് മറക്കാൻ പറ്റാത്ത ചില സമയങ്ങളായിരുന്നു. കാരണം ഇപ്പോഴും ഞാനത് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്ന കാര്യങ്ങളാ. എന്റെ ലൈഫിനകത്ത് ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തിനും എനിക്ക് നേരിടാൻ കഴിയുമെന്നുള്ളൊരു ധൈര്യം എന്റെ ലൈഫിനകത്ത് കടന്നു വന്നു. ഞാന് രാത്രിയില് വീട്ടിൽ വന്നു. എനിക്ക് ഭയങ്കര
സന്തോഷം. ഞാൻ വീട്ടിൽ വന്ന് രാത്രിയിലെല്ലാം എന്റെ കുഞ്ഞുങ്ങളും എന്റെ ഹസ്ബൻഡൊക്കെ ഉറങ്ങിയ ശേഷം ഞാൻ അവരുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് മാറി ഞാൻ അന്യഭാഷയിൽ മണിക്കൂറുകൾ ദൈവത്തോട് ആരാധിക്കാനായിട്ട് തുടങ്ങി. ഒന്ന് രണ്ട് വാക്കുകളാണ് ആദ്യം കിട്ടിയതെങ്കിൽ പിന്നെ അതിന്റെ ലെവല് മാറി 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 വന്നു. ഈ ലെവല് മാറുന്നതോടൊപ്പം എന്റെ സ്വഭാവത്തിന് ഒത്തിരി മാറ്റങ്ങള് പരിശുദ്ധാത്മാവ് നൽകി തന്നു. എന്റെ ഹസ്ബൻഡ് എന്റെ കുഞ്ഞുങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. അവർക്ക് എന്റെ മാറ്റം, എന്റെ ഈ പ്രാർത്ഥന അവരിലേക്കും ആ പരിശുദ്ധാത്മാവിനെ അവർക്കും പ്രാപിക്കണമെന്നൊരു കൊതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു വലിയൊരു ആഗ്രഹത്തിലേക്ക് അവരെ നയിച്ചു. എന്റെ മോള് എപ്പോഴും പറയും, അന്ന് അവൾക്കൊരു 5.5-6 വയസ്സ്, ആ ഒരു പ്രായത്തില് അവള് പറയും, എനിക്ക് അമ്മ ആരാധിക്കണ പോലെ ആരാധിക്കണമെന്ന് ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ പറയും, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് എന്റെ മോളെയും പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് കർത്താവ് നിറയ്ക്കുവാനിടയായി തീർന്നു. അന്യഭാഷയിൽ അവൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങി. ഞാനും മോളും വീട്ടില് അഭിഷേകത്താൽ നിറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി. അതിന് ശേഷം ആ ഒരു വർഷത്തിൽ തന്നെ ഒരു 21 ഡേയ്സ് ഫാസ്റ്റിങ്ങില് എന്റെ ഹസ്ബൻഡ് തീരുമാനിച്ചു, ഇവർ ആരാധിക്കുന്ന പോലെ എനിക്കും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കണമെന്ന കൊതിയോട് കൂടിയിട്ട് അന്ന് ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 5-ാമത്തെ ദിവസം എന്റെ ഹസ്ബൻഡിനെയും പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കുവാനിടയായി തീർന്നു. അതിനുശേഷം എന്റെ മോന് ഭയങ്കര വിഷമായിരുന്നു, എന്നെ മാത്രം കർത്താവ് നിറച്ചില്ല, എന്നെ കർത്താവിന് ഇഷ്ടമല്ലെന്നാ തോന്നണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയാനും പറയാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവനെയും തൊട്ട് അവനെയും ഇടയായി തീർന്നു. അന്നൊന്നും അറിയത്തില്ലായിരുന്നു എന്തുകൊണ്ടാണ് കർത്താവ് ഒരു കുടുംബത്തിലെ 4 പേരെയും ഇപ്രകാരം ടച്ച് ചെയ്തതെന്ന്. പക്ഷെ എന്നാല് ഇന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും, കർത്താവ് ഞങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഒത്തിരി ദേവദാസന്മാർ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണെന്നെല്ലാം പറയുമ്പോഴും എങ്ങനെ ഇത് ചെയ്യണം, ഇതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നൊന്നും അറിയാൻ പാടില്ലാത്ത സമയമായിരുന്നു. ഒരു ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു അനുഭവവും ഇല്ല. അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് കോവിഡിന്റെ ആ ഒരു ടൈം വന്നു. അപ്പം എനിക്ക് ഓൾറെഡി ഞാനിങ്ങനെ മെസ്സേജ് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം, പക്ഷെ അതിനെക്കുറിച്ച് ഒരു അറിവില്ല. എന്റെ ചർച്ചിലാണ് എന്റെ ഫസ്റ്റ് ഞാൻ മെസ്സേജ് പറഞ്ഞു തുടങ്ങിയത്. അപ്പം അന്നൊന്നും എനിക്ക് ഇന്ന് പ്രസംഗിക്കുന്ന പോലെ ഒന്നും പ്രസംഗിക്കാൻ ഒന്നും അറിയില്ല. ഞാന് എന്നും വചനം വായിക്കും, ആ വചനത്തില് ഏതൊരു വചനം എന്നോട് ഇടപെടുന്ന ആ വചനം ഞാൻ അതുപോലെ തന്നെ ചെന്ന് ഞങ്ങളുടെ ലേഡീസ് പ്രയറിന്റെ സെക്ഷനിൽ എഴുന്നേറ്റ് നിൽക്കും, അത് അതുപോലെ പറയും. എനിക്ക് മനസ്സിലായപ്പോൾ കഥ പോലെയൊക്കെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ എന്റെ പാസ്റ്റർ ഒക്കെ പറയും, കഥ വരാനല്ല പറഞ്ഞെന്നൊക്കെ പറയും. പക്ഷെ എന്റെ പാസ്റ്റർ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. എന്റെ ചർച്ചിൽ എനിക്ക് ഒത്തിരി അവസരങ്ങൾ എന്റെ ദൈവം നൽകി തരുവാനിടയായി തീർന്നു. അതിനുശേഷം ഈ കോവിഡിന്റെ ടൈം വന്നപ്പോൾ ഒത്തിരി സഹോദരിമാര് ഇങ്ങനെ വചനം ശുശ്രൂഷിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര കൊതിയായി, എനിക്ക് ഇതിന് കഴിയുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാൻ ചെയ്തൊരു കാര്യം, എന്റെ ജോലികളെല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ വീഡിയോ ക്യാമറ ഇതുപോലെ ഓൺ ആക്കി വെച്ച് ഞാൻ വായിക്കുന്ന വചനത്തിൽ നിന്ന് എടുത്ത് ഞാൻ ഇങ്ങനെ പ്രസന്റ് ചെയ്യും. അപ്പൊ എന്റെ നാവിന് ഒരു കൊഞ്ഞപ്പം ഉണ്ടായിരുന്നു. അപ്പം പലപ്പോഴും ആ കെട്ടുള്ളത് കൊണ്ട് നമ്മുടെ ബൈബിളിലെ പല വാക്കുകളും പറയുമ്പോൾ അത് നല്ല ഉച്ചാരണത്തിൽ എനിക്ക് പറയാൻ കഴിയത്തില്ല. അപ്പം ഞാൻ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്റെ ഹസ്ബൻഡ് വീട്ടിൽ വരുന്ന സമയത്ത് ഞാനിത് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കും. അപ്പൊ ആ സമയത്ത് ഒക്കെ ഒത്തിരി കളിയാക്കാന്ന് വെച്ചാൽ ഇത് പറയുന്നത് തിരിയാത്തത് കൊണ്ട് ഇങ്ങനെ ചിരിക്കുവല്ലോ. അപ്പൊ എനിക്കത് വിഷമാവെങ്കിൽ ഞാൻ പറയും, 40 ലക്ഷം പേരെ വിടുവിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു വിക്കനായ മോശയാണെങ്കിൽ എന്റെ കർത്താവ് എന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഉപയോഗിക്കുമെന്ന് ഞാൻ അതിങ്ങനെ ഏറ്റു പറയാനായിട്ട് തുടങ്ങി. ഞാൻ ഇങ്ങനെയുള്ള വിശ്വാസ വചനങ്ങൾ ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ ദൈവത്താൽ അത് സാധിക്കുമെന്ന് ഞാനിങ്ങനെ ഈ വചനങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എന്നൊന്നും പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഫോൺ എടുത്ത് ഓണാക്കി വെച്ചു. അപ്പൊ ആ സമയത്ത് ഞാൻ അപ്പസ്തോല പ്രവൃത്തിയായിരുന്നു വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അപ്പസ്തോല പ്രവൃത്തിയിൽ നിന്ന് കർത്താവ് എന്നോട് ഇടപെട്ട ഒരു വചനമായിട്ട് ഞാൻ ഇരുന്നത് എനിക്കറിയാം, ആ ഒരു വചനം വായിച്ചത് എനിക്കറിയാം. പിന്നീട് പരിശുദ്ധാത്മാവ് അതിന്റെ നിയന്ത്രണം മുഴുവനായിട്ടും ഏറ്റെടുത്തു. ഞാൻ അതുവരെ ഞാൻ അതുവരെ സംസാരിക്കാത്ത രീതിയിൽ അന്ന് ദൈവത്തിന്റെ വചനം പറയുവാനിടയായി തീർന്നു. അതെന്റെ ഹസ്ബൻഡ് ഒത്തിരി ടച്ച് ചെയ്തു. പുള്ളിക്കാരൻ അത് സേവ് ചെയ്ത് വെച്ച് അതിനുശേഷം അത് ഞങ്ങളുടെ അന്ന് ഞായറാഴ്ച പിറ്റത്തെ 3 ദിവസം ഞങ്ങൾ ഫാസ്റ്റിംഗ് ആണ്. അപ്പൊ ഫാസ്റ്റിംഗ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് ഓൺലൈനിൽ ഒരു ദേവദാസൻ ഞങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. ആ ദേവദാസൻ 3 ദിവസം ശുശ്രൂഷിച്ചു. ഞാൻ ഈ ഞായറാഴ്ച പറഞ്ഞ ആ വചനം അത് തന്നെയായിരുന്നു. അപ്പം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇതൊരു ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞ്
ആ ദേവദാസനോടും പറഞ്ഞു. അത് അന്ന് രാത്രിയിൽ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. അത് ഒത്തിരി പേര് കണ്ടു, ഒത്തിരി പേര് വിളിക്കാനൊക്കെ ഇടയായി. അത് എന്റെ ലൈഫിനകത്തൊരു വാതിലായിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഓൺലൈനിൽ ശുശ്രൂഷിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് പഞ്ചാബിൽ തന്നെയുള്ള ഒരു ദേവദാസന് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ദേവദാസൻ അവരെന്നെ വിളിച്ചു. അവരുടെ ഗ്രൂപ്പില് ഞാൻ മെസ്സേജ് കൊടുക്കാനിടയായിട്ടുണ്ട്. എനിക്ക് ഒന്നും അറിയത്തില്ല. നമ്മൾ പബ്ലിക് നിൽക്കുമ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ അപ്പൊ ഓരോ ടോപ്പിക് ഉണ്ട്, ആ ടോപ്പിക്കിനനുസരിച്ചാണ് നമുക്ക് മെസ്സേജ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം, ഈ ടോപ്പിക്കുമായിട്ട് എന്റെ ദേവദാസന്റെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം, ഇതെങ്ങനെ തുടങ്ങണമെന്നോ എങ്ങനെ അവസാനിപ്പിക്കണമെന്നോ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താ, എന്റെ ദേവദാസന് എനിക്കത് കാര്യങ്ങള് മൊത്തം എഴുതി തന്നു. ഒരു പ്രസംഗം ഫുള്ളായിട്ട് ഇങ്ങനെ എഴുതി തന്നു. ഇത് ഞാൻ 2-3 പ്രാവശ്യമായപ്പോ എന്റെ ദേവദാസൻ പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞു തരത്തില്ല, സിന്ധു തന്നെ ഈ പ്രാർത്ഥിച്ച് ഒരുങ്ങണം എന്ന് പറഞ്ഞ് അന്ന് എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുവാനിടയായി തീർന്നു. അതിനുശേഷം ഒത്തിരി എനിക്ക് തോന്നുന്നു ഒത്തിരി പ്ലാറ്റ്ഫോമില്, ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ കർത്താവിന്റെ വചനത്തെ ശുശ്രൂഷിക്കുവാൻ ദൈവം എന്റെ ജീവിതത്തിനകത്ത് ഭാഗ്യമൊരുക്കി. ഓൺലൈനായിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡും ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചു. ദൈവം ഞങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കി. ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞങ്ങളുടെ ചിന്തയില് നമുക്കൊരു വീടൊക്കെ പണിതതിന് ശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിക്കാം എന്നൊരു ചിന്തയായിരുന്നു. അതിനുള്ള കാര്യങ്ങൾ, ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും കർത്താവ് ഇങ്ങനെ എവിടെ മീറ്റിങ്ങിന് പോയാലും പ്രവചിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നത്. അന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു മീറ്റിംഗ് കഴിഞ്ഞു വരുന്ന സമയത്ത് ഞാന് ഒരു ആന്റിയെ കൊണ്ടാക്കാനായിട്ട് പോയ സമയത്ത് എന്റെ വണ്ടി ഇടിച്ചു. ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന രീതിയിൽ ഒരു അനുഭവം എന്റെ ലൈഫിനകത്ത് ഉണ്ടായി. എന്റെ തല ഇടിച്ചു വീണു. എന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നെല്ലാം ബ്ലഡ് വന്ന ഒരവസ്ഥ, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥ വന്നു. അപ്പം ഞാൻ അതിന്റെ ഒരു പ്രയാസത്തില് ഞാൻ വിശ്രമിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനം എടുത്തു, ഒരു പക്ഷെ നമ്മൾ ദൈവസന്നിധിയില് ദൈവത്തിന് വേണ്ടി ഇറക്കിത്തിരിക്കാത്തത് കൊണ്ടായിരിക്കുമോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി ദൈവം എവിടെ വിട്ടാലും പോവാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. എന്റെ ഈ ക്രൗൺ ബോൺ എല്ലാം പൊട്ടിപ്പോയി, പല്ലെല്ലാം പോയി, അങ്ങനത്തെ പല പല അനുഭവങ്ങൾ. എന്റെ ചെവി ഞരമ്പുകൾക്ക് ക്ഷതം പറ്റി, കണ്ണിന്റെ ഞരമ്പുകൾക്ക് ക്ഷതം പറ്റി, എന്റെ കാഴ്ചയ്ക്കും എന്റെ കേൾവി ശക്തിക്കും എല്ലാം ഒരു പ്രോബ്ലം ആ വണ്ടിയുടെ മൂലം ഉണ്ടായി. കാലുകളും കൈകളൊക്കെ ഭയങ്കര പരിക്കുകളൊക്കെ പറ്റിയെങ്കിലും ദൈവം ജീവനെ തൊടുവാൻ അനുവദിച്ചില്ല. ദൈവം ഞങ്ങൾ അതിൽ നിന്ന് വിടുവിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് എവിടെ വിട്ടാലും പോവാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം ഈ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഈ വചനം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെ സംസാരിക്കാനിടയായിത്തീരുന്നു. അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ടു ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. ഈ ഒരു വചനം ഭയങ്കര വ്യക്തമായിട്ട് ഇടപെടുവാനിടയായിത്തീർന്നു. പ്രാർത്ഥിച്ചു, കർത്താവ് എന്ത് ചെയ്യണം, ആരോട് പറയണം, എങ്ങനെയാ എന്നെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ദേശത്തേക്ക് ചെല്ലുവാനായിട്ട് വിളിക്കും എന്നുള്ള ഒരു ഇൻഫർമേഷൻ കർത്താവ് തന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഞ്ചാബിലെ ഒരു ദേവദാസൻ ഞങ്ങളെ വിളിക്കുവാനിടയായിത്തീർന്നു. ഞങ്ങളുടെ എല്ലാം വിട്ട്, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ബിസിനസ്, ഇതെല്ലാം വിട്ട് കുറച്ച് ഡ്രസ്സ് മാത്രമായിട്ട്, കുറച്ച് ഡ്രസ്സും എന്റെ ഒരു തയ്യൽ മെഷീനും, എനിക്ക് ബിസിനസ് എനിക്കും ഉണ്ടായിരുന്നത് ഒരു തയ്യൽ കടയായിരുന്നു. അതിനകത്ത് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ 4-5 പേരെ വെച്ച് ജോലി എന്നെ സഹായിക്കാനായിട്ട്, തുന്നാനായിട്ടും വീട്ടിൽ കൊണ്ടുപോയി ചെയ്തു തരാനും കൂടെ ഇരുന്ന് തയ്ച്ച് അങ്ങനെയൊക്കെ ജോലിക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യമായിരുന്നു കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചോണ്ട്. ഇതെല്ലാം അവസാനിപ്പിച്ചാണ് ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത്. എന്റെ ഹസ്ബൻഡിന് ഒരു മോഡുലർ കിച്ചന്റെ വർക്കായിരുന്നു. അത് വീടുകളുടെ മൊത്തം വർക്ക് എടുത്തു, ഒരു വീടിന്റെ എല്ലാ മരപ്പണികളും എടുത്ത്, മെയിനായിട്ടും കബോർഡ്, കിച്ചൺ കബോർഡ്, കിച്ചൺ ക്യാബിനറ്റ്, ബെഡ്റൂം കബോർഡ്, ഇതിന്റെയൊക്കെ വർക്കുകളായിരുന്നു. അപ്പം ഒരു വീടിന്റെ ഫുൾ വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിരുന്നു. ഒരു വർക്ക്ഷോപ്പും 4-5 ജോലിക്കാരും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ഞങ്ങള് ഉപേക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. എവിടെ പോകണം എന്നറിയത്തില്ല, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ പഞ്ചാബിന്റെ ദേശത്ത് കടന്നു വന്നു. പഞ്ചാബിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് ഇവിടെ ഞങ്ങൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലത്തിന്റെ പേര്
പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. അന്ന് അങ്ങനെ വെളിപ്പെടുത്തി. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ പിന്നെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ സുവിശേഷ വിരോധികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചു, ഭാഷ അറിയാതെ നമ്മൾ അവിടെ പോയിട്ട് എന്തോ ചെയ്യാനാണ്. ഒരു വർഷത്തെ ഒരു 5-6 മാസത്തോളം ഒരു ദേവദാസന്റെ കൂടെ നിന്നു. അതിനുശേഷം വേറൊരു ദേവദാസന്റെ കൂടെ 1 വർഷം നിന്നു. അവിടെ നിന്ന സമയത്ത് ദൈവം നമ്മളെ ഒരു സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുന്ന വരെ നമ്മുടെ ജീവിതത്തിനകത്ത് ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ദൈവം പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ അറിഞ്ഞ ഒരു സ്ഥലമാണ്. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ ഭാഷ ഇതൊന്നും പ്രശ്നമല്ല, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും 3 വർഷം കാലം കിടപ്പിലായി ഉള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവ് പൂർണ്ണമായ ഒരു വിടുതൽ കൊടുത്ത് അങ്ങനെ ഭൂതങ്ങളിൽ നിന്ന് വിടുതലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കർത്താവ് ചെയ്യുവാനിടയായിത്തീർന്നു. ഞങ്ങളെ ധൈര്യപ്പെടുത്തുവാനിടയായിത്തീർന്നു. ഞങ്ങളുടെ ഒരു ആവശ്യങ്ങളും മറ്റൊരു വ്യക്തിയോട് ചോദിക്കാതെ തന്നെ കർത്താവ് പല കാര്യങ്ങളും, സാമ്പത്തികമായ വിഷയങ്ങള്, ഞങ്ങളുടെ ഫുഡിന്റെ കാര്യങ്ങള്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വ്യക്തികളെ ഒരുക്കി വെച്ചിട്ടാണ് കർത്താവ് ഞങ്ങൾ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. ഇന്ന് ഞങ്ങളായിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കർത്താവ് ഒരു ദർശനം തന്ന ഒരു സ്ഥലമാണ്. ഒരു കെട്ടിടവും ഒരു വഴിയും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചു വന്നപ്പോൾ ആ കെട്ടിടവും ആ കെട്ടിടത്തോട് ചേർന്ന ഒരു വഴിയും ദൈവം ഞങ്ങൾ ദർശനത്തിൽ കണ്ടത് ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. വിശ്വാസത്താൽ ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നു. ഇവിടെ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വീട് കിട്ടുന്ന ആ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ 1-2 മാസം കഴിഞ്ഞു പോയി. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഒരു വീട് കിട്ടിയത്. അതിനുശേഷമാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്താനൊക്കെ ഇടയായിത്തീർന്നത്. എന്നാല് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ലജ്ജിച്ചു പോകുകയില്ല. ദൈവം അതിനകത്ത് വലിയ അത്ഭുതങ്ങള്, അടയാളങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഭവിച്ചറിയാനായിട്ട് ഇടയായിത്തീർന്നു. എന്റെ മോനുണ്ടായി അതിനുശേഷം 4ാമത്തെ വർഷമാണ് എന്റെ മോളുണ്ടായത്. എന്റെ മോളുണ്ടായ സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അവളുണ്ടായ ഒരു കുഞ്ഞിനെ കുറിച്ച് പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞ സമയത്താണ് എനിക്ക് അവളെ തന്നത്. അപ്പം ഞാനൊരു സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് ദൈവം ഉദരത്തിനകത്ത് ഒരു തലമുറയെ കൊടുത്തപ്പോൾ തന്നെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിച്ചു. എന്നാല് എന്റെ മോള് ഉണ്ടായ സമയം ഒരു പ്രീമച്ചുർ ബേബി ആയിട്ട് 8ാം മാസത്തില് അവളുണ്ടായി. ഒത്തിരി സ്ട്രഗ്ലിങ്സിലൂടെ ഞങ്ങൾ കടന്നുപോയ ഒരു പീരീഡ് ആയിരുന്നു 2013 എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് അവള് ഉണ്ടായ സമയത്ത് അവള് പെട്ടെന്ന് സർജറി ചെയ്തെടുത്തു. അവൾക്ക് അനക്കമില്ലെന്ന് പറഞ്ഞു. അപ്പം അനക്കമില്ലാത്ത ഒരു കുഞ്ഞിനെ പെട്ടെന്ന് സർജറി ചെയ്തെടുത്തു. എടുത്ത് എന്റെ ഫ്യൂച്ചറിങ് എല്ലാം കഴിഞ്ഞ സമയത്ത് എന്റെ ഡോക്ടർ എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അവസാനമായിട്ട് ചോദിച്ച സമയത്ത് അവിടെ നിന്ന് ഒരു നെഗറ്റീവ് കമന്റ് ഇങ്ങനെ വന്നു. അപ്പോ ഡോക്ടർ ഇനിയിപ്പോ എന്ത് ചെയ്യാം എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ചിന്തിച്ചു, എന്റെ കുഞ്ഞ് മരണപ്പെട്ടു പോയി എന്നുള്ള ചിന്ത പെട്ടെന്ന് വന്നു. എനിക്ക് പെട്ടെന്ന് ഞാൻ ഒരു ദീർഘശ്വാസം എടുത്തത് എനിക്ക് നന്നായിട്ട് അറിയാം. എടുത്ത സമയത്ത് ആ ഫ്യൂച്ചർ വെച്ചതെല്ലാം വിട്ടുപോയി. അപ്പൊ അത്രയധികം ഒരു BP എന്റെ ശരീരത്തിനകത്ത് പെട്ടെന്ന് അങ്ങ് കൂടി ആ ഫ്യൂച്ചർ ചെയ്തതെല്ലാം വിട്ടുപോയി. എന്റെ ഡോക്ടർ ഒരു ക്രിസ്ത്യൻ ഡോക്ടർ ആയിരുന്നു. എന്റെ കർത്താവ് ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പെട്ടെന്ന് ഇങ്ങനെ അലറി വിളിക്കുന്നു ഞാനിങ്ങനെ കേട്ടു. പെട്ടെന്ന് തന്നെ ഡോക്ടർ മറ്റു 2 ഡോക്ടർമാരെ കൊണ്ടുവന്നു. 2ാമത് എനിക്ക് അനസ്തേഷ്യ തന്നു. അനസ്തേഷ്യ തന്ന ആ ഫ്യൂച്ചറിങ് അതിന്റെ ആ നൂലുകളെല്ലാം എടുത്തു കളയുന്ന സമയത്ത് എന്റെ ബ്ലാഡറിന് ഒരു മുറിവ് പറ്റി. അത് സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ ഒരു കോംപ്ലിക്കേഷനിലൂടെ ഞാൻ കടന്നുപോയി. പെട്ടെന്ന് ഞാൻ അബോധാവസ്ഥയിലായ ഒരു അവസ്ഥ, ബ്ലഡ് നന്നായിട്ട് കയറ്റേണ്ടി വന്ന ഒരു അവസ്ഥ. ഇങ്ങനെ ഒരു ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള പ്രശ്നത്തിലൂടെ ഞാൻ ഒരു അല്പസമയം ഞാനിങ്ങനെ കടന്നുപോയി. എന്നാല് ദൈവം അവിടെ നിന്ന് വിടുവിച്ചു. എന്നാൽ എന്റെ മോളുടെ കാര്യം പറയുവാണെങ്കിൽ എന്റെ മോള് പ്രീമച്ചർ ആയതുകൊണ്ട് മറ്റൊരു ഹോസ്പിറ്റൽ അവളെ അഡ്മിറ്റ് ചെയ്തു. അവിടെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് അവളും മരണത്തോട് മല്ലടിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ അവളുടെ അടുത്ത് ഒരു 2 ആഴ്ചക്ക് ശേഷം ഞാൻ കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ടു. അവിടെ ചെന്ന സമയത്ത് എനിക്ക് എന്നെ ഒത്തിരി അങ്ങ് വിഷമിപ്പിച്ചു. കാരണം ഒരു ഭയങ്കര 1600 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ സമയത്ത് വീണ്ടും അത് തൂക്കമൊക്കെ കുറഞ്ഞ ഒരു വല്ലാത്ത ഒരു അവസ്ഥ. ഇതിനെ എങ്ങനെ നോക്കിയെടുക്കും? ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്തിനെങ്കിലും ഒരു കുഞ്ഞിനെ തന്നെ, ഇതിനെ ഞാൻ എങ്ങനെ വളർത്തിയെടുക്കാനെന്നെല്ലാം ഞാൻ ഒത്തിരി ചോദ്യങ്ങൾ ഞാനിങ്ങനെ ചോദിച്ചു. പക്ഷെ എന്റെ ഹൃദയത്തിനകത്ത് പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഇടപെട്ടു, നീ അവളുടെ ദേഹത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ ഇടപെട്ടു. അപ്പൊ ഞാൻ എപ്പോഴൊക്കെ ഞാൻ NICUലേക്ക്
കയറുന്നോ അപ്പോഴൊക്കെ ഞാൻ അവളുടെ ദേഹത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, അങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ മുതല് അവള് മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങി. അവളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുവാനായിട്ട് തുടങ്ങി. ഒത്തിരി കോംപ്ലിക്കേഷൻ ആയ ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് അവളുടെ അവസ്ഥ നോർമൽ ആക്കി തീർത്തു. ഞാൻ അവള് പെട്ടെന്ന് തന്നെ അവളെ NIC-യിൽ നിന്ന് ICU-യിലേക്കും അവിടെ നിന്ന് മദർ വാർഡിലേക്കും സാധാരണ ജനറൽ വാർഡിലേക്കൊക്കെ ഇങ്ങനെ മാറ്റി. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വേറൊരു വ്യക്തി ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ആ വ്യക്തി എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി കുഞ്ഞ് ഏറ്റവും കോംപ്ലിക്കേഷൻ ആയിട്ട് കിടന്ന ഒരു കൊച്ചാ, പക്ഷെ ചേച്ചി വന്ന് എന്തോ മന്ത്രം ചൊല്ലിയപ്പോഴാണ് ഞാൻ നോക്കും, ചേച്ചി അവളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ദേഹത്ത് കൈവച്ച് എന്തോ മന്ത്രം ചൊല്ലുന്നത് ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പം ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, പിന്നെ എനിക്ക് മനസ്സിലായി പ്രാർത്ഥന കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ചേച്ചിയുടെ ദൈവം ആരാ എന്നല്ല ചോദിച്ചു, ഞാൻ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, എന്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ചേച്ചി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി ബ്രസ്റ്റ് മിൽക്ക് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പാല് പിഴിഞ്ഞ് ഡോക്ടർക്ക് നേഴ്സിന് കൊടുത്ത് അവര് എന്റെ പാല് അവള് കുടിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പോയി പ്രാർത്ഥിച്ചു. ദേഹത്ത് കൈവച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞങ്ങളെ സാധാരണ വാർഡിലേക്ക് ഡിസ്ചാർജ് ഉള്ള ആ ഒരു അനുഭവത്തിലേക്ക് സാധാരണ ജനത്തിന്റെ അടുത്തിലേക്ക് ഞങ്ങളെ മാറ്റി. കാരണം അവിടെ ചെന്ന് കുഞ്ഞിന് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റി. അങ്ങനെ മാറ്റി പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഞാൻ പ്രാർത്ഥിച്ച ആ കൊച്ചിന്റെ അമ്മ ഇങ്ങനെ എന്റെ വാർഡിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എന്നെ അന്വേഷിച്ച് നടക്കുന്നതാണോ എന്ന് എന്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ പേരെടുത്ത് വിളിച്ചു. അപ്പൊ 1 മാസമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പേരും കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു, പരിചയമായി അവിടുത്തെ ആൾക്കാരെയൊക്കെ. അപ്പൊ ഞാൻ പേരെടുത്ത് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ അവൾ ഓടി വന്നു, അയ്യോ ഞാൻ ചേച്ചിനെ നോക്കി നടക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് എന്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യം, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ചേച്ചി അങ്ങ് പോയി, എനിക്ക് അപ്പൊ തൊട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ വോമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ വിഷമിച്ചു. പക്ഷെ ഞാൻ അങ്ങ് കുറേ നേരം അങ്ങ് വോമിറ്റ് ചെയ്ത് ഞാനങ്ങ് ക്ഷീണിച്ച് തളർന്നു പോയി ചേച്ചി. പക്ഷെ കുറെ നേരം കഴിഞ്ഞപ്പോ അതെല്ലാം മാറി. ഞാന് ഡോക്ടർ എന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, നിന്റെ കുഞ്ഞ് മരുന്നുകളോട് പ്രതികരിക്കാനായിട്ട് തുടങ്ങി, നിന്റെ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് അങ്ങനെ പറയാനിടയായി തീർന്നു. അപ്പം ഞാൻ അവൾക്ക് കുറച്ചുകൂടി യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പിന്നീട് ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ ഞങ്ങള് അവിടെ ചില ഡേറ്റ് ഒരുമിച്ചായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ പ്രാവശ്യം ചെക്കപ്പിന് പോയ സമയത്ത് ഞാൻ ഒരു ബൈബിള് കൊണ്ടുകൊടുക്കുകയും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ ഇടയായി തീർന്നു. അപ്പൊ ചിലപ്പോൾ ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നത് ആ കഷ്ടത്തിലൂടെ കടന്നു പോകും ചില വ്യക്തികളെ യേശുവിനെ അറിയാൻ വേണ്ടിയായിരിക്കും. എന്റെ ലൈഫിനകത്ത് എപ്പോഴും കർത്താവ് അങ്ങനെയാ. ഞാൻ കടന്നുപോയ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അനേകരെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരുന്ന ഒരു സിസ്റ്റർ, ഒരു ഹൈദരാബാദിലുള്ള പുള്ളിക്കാരി ആരോ നമ്പർ കൊടുത്ത് വിളിച്ചതാ. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു, ഇവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞ പെട്ടെന്ന് ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞ് അത് സംബന്ധിച്ചു. അന്ന് അവൾ യേശുവിന് വേണ്ടി ഹൃദയത്തെ കൊടുക്കുവാനിടയായി തീർന്നു. ഇന്നും കർത്താവിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇതുപോലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളെ ബലപ്പെടുത്താനും ധൈര്യപ്പെടുത്തുവാനും അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കാനൊക്കെയും കർത്താവ് എന്റെ ജീവിതത്തിനകത്ത് ഭാഗ്യമൊരുക്കി. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ കുടുംബമായി പഞ്ചാബിന്റെ ദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. ഇവിടെ കടന്നു വന്നും വിശ്വാസത്താലുള്ള യാത്രയാ. കാരണം ഒരു വ്യക്തിയെ അറിയത്തില്ല, എങ്ങനെ സുവിശേഷം അറിയിക്കണം എന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ വചനം പറഞ്ഞു, നീ ദേശത്തിന്റെ നെടുകയും കൂടുകയും നടക്കുക, ആ ദേശം നിനക്ക് തരും. ജാതികളെ അവകാശമായി, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നീ ജാതികളെ അവകാശമായി നിനക്ക് തരും, നീ ചോദിക്കാനാ പറഞ്ഞ്. ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞ് ഞങ്ങള് ദേശത്തിലൂടെ അന്യഭാഷ പറഞ്ഞ് ഞങ്ങൾ എല്ലാ ദിവസവും ഈ ദേശത്ത് വണ്ടിയെടുത്ത് ഒത്തിരി ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഗ്രാമം മുഴുവൻ ഞങ്ങൾ ചുറ്റി സഞ്ചരിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കും. രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ടർസിന്റെ മണ്ടയില് കയറി നിന്നിട്ട് അന്യഭാഷയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ആ സമയത്ത് ആരും കാണത്തില്ല. ഞാനിങ്ങനെ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കെല്ലാം ചൂണ്ടിയിട്ട് ഞാൻ പറയും, ഇവിടെ നിന്നെല്ലാം ആളുകളെ കർത്താവ് എനിക്ക് തരണം എന്നിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. 3 മാസേ ആയിട്ടുള്ളൂ ഞങ്ങൾ ഇവിടെ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട്. എങ്കിലും കർത്താവ് ഞങ്ങൾക്ക് ചില വ്യക്തികളെ ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ വ്യക്തികളെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്താനെല്ലാം കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവം
ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ മനുഷ്യനല്ല, ദൈവമാണ്, വാക്ക് മാറാത്തവനാണ്. സിന്ധു കേക്കത്തില്ലായിരുന്നു. നിങ്ങൾ വണ്ടി എടുത്ത് കറങ്ങുന്ന ഭാഗം തൊട്ട് ഒന്നുകൂടെ പറയണം. സ്റ്റക്കായി പോയായിരുന്നു. എന്താന്ന് മനസ്സിലായില്ല. വണ്ടി എടുത്ത് ഇങ്ങനെ ദേശത്തൂടെ കറങ്ങി സഞ്ചരിച്ച് ഞങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാനിങ്ങനെ എല്ലാ ദിവസവും രാവിലെ ടെറസിന്റെ മണ്ടയിൽ കയറി ഇങ്ങനെ പ്രാർത്ഥിക്കും. അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പം ഞാനിങ്ങനെ ദേശത്തെ നോക്കി കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കൊക്കെ തിരിഞ്ഞു നിന്നത് കൈ ചൂണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ, നീ ജാതികളെ നിനക്ക് അവകാശമായി തരും, നീ ചോദിച്ചു കൊടുക്കാൻ പറഞ്ഞ ആ വചനം പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൈ ചൂണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. പിള്ളേര് സ്കൂളിൽ പോയ സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കും. ഇത് ചോദിച്ച് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എന്നാല് ഈ 3 മാസേ ആയിട്ടുള്ള ഇവിടെ ഒരു പുതിയ പ്രവർത്തനം തുടങ്ങിയിട്ട്, എന്നാൽ കർത്താവ് ചില വ്യക്തികളെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നൽകി റെഡിയായി തീർന്നു. ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കണം എന്ന് പറയും, പ്രാർത്ഥിക്കാനായിട്ടൊക്കെ കടന്നു വരുന്ന അവരെ അടുത്ത് പോയി പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. ദൈവം വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. ദൈവത്തിന്റെ വചനം കേട്ട് ഇറങ്ങി തിരിച്ചെങ്കില് കർത്താവ് തീർച്ചയായിട്ടും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഞങ്ങളുടെ നാട്ടിലായിരുന്ന സമയത്ത് വീട്ടിലൊരു ചെറിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഒരു ലേഡീസിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിനകത്തും ഇതുപോലെ കർത്താവ് വ്യക്തികളെ, എൻ്റെ ഒരു കസിൻ സിസ്റ്ററിനെ കർത്താവിന് വേണ്ടി നേടുവാൻ സഹായിച്ചു. അത് കർത്താവ് പറഞ്ഞ ആ വാഗ്ദത്ത പ്രകാരം തന്നെ ഒരു പ്രവചന ശബ്ദം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു മകളെ, ഒരു കുടുംബത്തെ കർത്താവിന് വേണ്ടി നേടുവാൻ സഹായിച്ചു. അതിനുശേഷം ഒരു കുടുംബത്തെ കർത്താവിന് വേണ്ടി നേടുവാനായിട്ട് സഹായിച്ചു. അവരെല്ലാം സ്ഥാനപ്പെട്ട് കർത്താവിനെ ഞങ്ങളുടെ ദേശത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവനായിട്ടും ദൈവത്തെ അറിയണം. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടില് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ദൈവത്തെ അറിഞ്ഞ് ഈ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും യോശുവ പറഞ്ഞതുപോലെ വിശ്വാസത്താലെ ഞാൻ പറയും, ഞാനും എൻ്റെ കുടുംബം ഞങ്ങളെ പോയി സേവിക്കും. പൂർണ്ണമായിട്ടും ദൈവം അതിനുവേണ്ടി സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങള് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവം കാണുവാൻ സഹായിച്ചു, അനുഭവിക്കുവാനായിട്ട് സഹായിച്ചു. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്തും അത് അപ്രകാരം തന്നെ. ഫീസ് അടയ്ക്കുന്ന സമയമാകുമ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളോട് പറയും, ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. അവരിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിനേക്കാൾ മുൻപ് അക്കൗണ്ടില് ഏതെങ്കിലും വ്യക്തിയോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പൈസ അവരുടെ അക്കൗണ്ടിൽ വരും. ഒരു ഉടുപ്പ് വേണമെങ്കിൽ പറയും, പ്രാർത്ഥിക്കാൻ പറയും. ഒരു ചോക്ലേറ്റ് വേണമെങ്കിൽ പറയും, പ്രാർത്ഥിക്കാം. ഇതെല്ലാം അവരുടെ വിശ്വാസത്തെയും വർദ്ധിപ്പിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. നമ്മൾ ഒരിക്കലും ഞങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് ദൈവം ദർശനം തന്നു, നമ്മൾ ഇറങ്ങി തിരിച്ചു. നമ്മുടെ ദർശനത്തിന്റെ പുറകിൽ നിന്ന് ദൈവത്തെ രുചിച്ചറിയാതെ തലമുറ വരരുത്. അവരുടെ ജീവിതത്തിനകത്തും അവർ വ്യക്തിപരമായിട്ട് കർത്താവിനെ രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമാണ് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ എന്ന ചിന്തയാൽ പലപ്പോഴും പല കാര്യങ്ങളും കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുവാനായിട്ട് എല്ലാം ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് ദൈവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്ത ഒത്തിരി അത്ഭുതങ്ങള്, അടയാളങ്ങള്. ദൈവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോകുവാൻ നമ്മുടെ ദൈവം അനുവദിക്കില്ല. ദൈവം അത്ഭുതങ്ങളെ, അടയാളങ്ങളെ ചെയ്യുന്നവനാണ്. ദൈവത്തിന് സമയമുണ്ട്. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കേണ്ട വിടുതലുകൾ നടക്കും. ഇന്നും അതിന് സാക്ഷി വഹിച്ചുകൊണ്ടാണ് ഞാൻ ആയിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടില് എല്ലാം ചില പ്രാർത്ഥനകളൊക്കെ തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. നാട്ടില് അതെല്ലാം കർത്താവ് ചെയ്ത കാര്യങ്ങളാ. ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറേണ്ട സമയത്ത് ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഇനിയും കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിക്കണം. ഒത്തിരി സൂം പ്ലാറ്റ്ഫോമുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലാതെ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ കടന്നുപോയി ദൈവത്തിനെ ശുശ്രൂഷിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ തീരുമാനം, നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പം അടുത്ത സ്റ്റെപ്പ് ദൈവം നമ്മളോട് കൂടെ നിൽക്കും. ഒരു കാര്യം നമ്മള് പലപ്പോഴും പ്രൊഫസി കേൾക്കാൻ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിനകത്ത് ഒരു വ്യത്യാസം വരുന്നത്. അതും അനുഭവിച്ചറിഞ്ഞ ഒരു അനുഭവമാണ്. ദൈവം ഇപ്രകാരം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. എനിക്കറിയത്തില്ല ദൈവത്തെ കുറിച്ച് എങ്ങനെ വർണ്ണിക്കണം എന്നറിയത്തില്ല. അത്രയും കർത്താവ് ഞങ്ങളെ കണ്ണിനെ കൃഷ്ണമണി പോലെ കാക്കുമെന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക.
ഈ ഒരു അവസരം എന്റെ ജീവിതത്തിനകത്ത് അനേകർക്ക് ആശ്വാസമാവും, ബലമാവും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്ന ബീന ആന്റിയോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ലോർഡ്, സിന്ധു ഇങ്ങനെ ഈ സാക്ഷ്യങ്ങൾ ഇങ്ങനെ പരമ്പര പോലെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, സീരിയൽ പോലുള്ള ഒരു അനുഭവം. ഇത്ര മാത്രം കർത്താവ് നമ്മളെ സ്നേഹിപ്പാൻ നമ്മൾ എന്തുള്ളൂ അല്ലേ? ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരം നമുക്ക് വർണ്ണിച്ചാൽ മതി വരില്ല. സ്തോത്രം. എത്ര പറഞ്ഞാലും മതി വരാത്ത നിലയിലാണ് ദൈവ സാന്നിധ്യം. പെന്തക്കോസുകാരെ വെറുത്തിരുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ചു കൊണ്ടുവന്നു. പിന്നെ ഭർത്താവിനെ സ്നേഹം കൊണ്ട് നേടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ഈ ഇതുപോലുള്ള സകലവിധമായ ദുഷ്ടതയിൽ പോകുന്നവരെ വെറുക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ എതിർത്ത് നിൽക്കാതെ സ്നേഹത്താൽ തന്റെ ഹസ്ബൻഡിനെ ഒരു സുവിശേഷകനാക്കി മാറ്റുവാൻ, ഇത്ര ഭയങ്കര ഒരു ഭാഗ്യം. അതെ, അനേകർക്ക് ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി മാറട്ടെ. ഇന്ന് അനേക കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാ. ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഞാൻ പറയട്ടെ, ഈ യൗവനക്കാരിയുടെ സാക്ഷ്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുകയാണോ? നിങ്ങൾ പ്രശ്നത്തിന്റെ നടുവിലൂടെ കടന്നു പോവുകയാണോ? സ്നേഹത്താൽ കഴിയാത്തതൊന്നും ഇല്ല. സ്നേഹമാണ് കർത്താവ്. ആ സ്നേഹമായ കർത്താവിനെ യഥാർത്ഥത്തിൽ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് സ്നേഹിക്കാനേ അറിയൂ, അല്ലേ? വഴക്ക് പിടിക്കാനോ ബഹളം വെക്കാനോ ഒന്നും അറിയില്ല. ഞാൻ ചിന്തിച്ച്, ഇത്ര ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിക്ക് ഈ ഒരു ഭർത്താവിനെ നേടണമെന്നുണ്ടെങ്കിൽ എത്ര സഹിഷ്ണുതയും എത്ര മാത്രം ക്ഷമയും എത്ര മാത്രം ദൈവകൃപയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. മാത്രമല്ല, തന്നെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരേണ്ടതിന് ദർശനം കൂടി കർത്താവ് തന്നു. സ്വപ്നങ്ങളിലൂടെ ഇടപെട്ടു തന്നെ ദൈവ ഭയമുള്ളവനാക്കി മാറ്റുവാൻ ഇടയാക്കി. മാത്രമല്ല, പിന്നീടുള്ള തന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ തക്കവണ്ണം പിശാച് അവിടെ പ്രവർത്തിച്ച് ട്യൂബൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അവിടെയൊക്കെയും മിറക്കിൾ ബേബികളെ കർത്താവ് തന്നു. എത്ര ഭയങ്കര സാക്ഷ്യം ദൈവമേ! മാത്രമല്ല, ഈ സാക്ഷ്യം അനേകർക്ക് ആശ്വാസമാകട്ടെ. ഞാൻ ഇതൊക്കെ ഈ സാക്ഷ്യങ്ങൾ പറയുമ്പോഴും ഞാൻ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ ജീവിതത്തിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു എൻ്റെ മകളും വയറ്റിൽ കിടന്ന് മരിച്ചത് അനക്കമില്ലാതെ. മോൻ അനക്കമില്ലാതെ, അവനെ പ്രീമച്വർ ബേബിയാണ്. മോളെ ടൈം കഴിഞ്ഞിട്ടും BP ഹൈ ആയതുകൊണ്ട് എനിക്ക് സർജറിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെങ്കിൽ ദൈവ കുഞ്ഞുങ്ങളെ തരുവാൻ തക്കവണ്ണം ഇടയായി, രണ്ടുപേരെയും തരുവാൻ തക്കവണ്ണം ഇടയായി. പറയട്ടെ, ഇതൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടത്തിവിടുന്ന പാതകൾ അനേകർക്ക് ഒരാശ്വാസവും തണലുമായി തീരേണ്ടതിനാ, അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കേണ്ടതിനാ. സിന്ധു ഷൈജുവിന്റെ സാക്ഷ്യം ഹല്ലേലൂയ ഒരു ഇൻസ്പിറേഷനായി മാറട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഹല്ലേലൂയ വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മോളെ, ഭൂമിയിലൊക്കെയും കർത്താവ് തന്റെ കണ്ണ് ഊടാടി സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് വേണ്ടിയവരെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്നും ഒക്കെ പെറുക്കി അങ്ങനെയുള്ളവരുടെ സാക്ഷ്യങ്ങൾ എല്ലായിടത്തും സ്പ്രെഡാകും. ഇരിക്കാൻ കഴിയാത്ത വിധത്തിൽ, സമയമില്ലേ എന്ന് പറയത്തക്ക നിലയിൽ കർത്താവ് ഉപയോഗിക്കും. അവന്റെ അത്ഭുതങ്ങൾ ഇന്ന് കുറഞ്ഞിട്ടില്ല. ധീരതയോടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ നിന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് മുൻപേ കഷ്ടങ്ങൾ സഹിച്ച് നമുക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിച്ച ദൈവമെങ്കിൽ അവൻ നമുക്ക് മാതൃക വെച്ചു പോയിരിക്കുകയാണ്. നിങ്ങൾ എന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ഞാൻ നിങ്ങൾക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തെ ജയിച്ചവനായ കർത്താവ്, ലോകം എന്താ? ഈ പ്രയാസങ്ങൾ, രോഗങ്ങൾ. നമ്മുടെ കർത്താവ് എത്ര കഷ്ടം അനുഭവിച്ചല്ലേ? അടിയും ഇടിയും നിന്നയും. ആ കർത്താവിന്റെ
ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, അതിന്റെ ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ തരുന്നത് എന്തിനു വേണ്ടിയാ? ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുവാനും അനേകായിരങ്ങളിലേക്ക് ഈ സന്തോഷം ഒന്ന് പകർന്നു കൊടുക്കുവാനുമാണ്. ആകയാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ചിന്തിക്കും, എന്റെ ടെസ്റ്റിമണി കേട്ട് പലരും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തക്കവണ്ണം ഇടയായി. ഇതൊക്കെ ദൈവിക പദ്ധതികളാണ്. അനേകരുടെ വിശ്വാസത്തിൽ സ്ട്രോങ് ആക്കുവാനും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത്. അതുകൊണ്ട് ഇതിന്റെയൊക്കെ പിന്നിലെ ദൈവിക പർപ്പസ് എന്ന് പറഞ്ഞാൽ വലിയതാണ്. അതുകൊണ്ട് എനിക്ക് വളരെ 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 സന്തോഷമുണ്ടായി. മാത്രമല്ല, ചില വാക്കുകൾ എന്നെയും വളരെ സ്പർശിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവരും ഈ സാക്ഷ്യം കേൾക്കുന്ന വചനദീപ്തിയുടെ സാക്ഷ്യ കൂടാരത്തിൽ സാക്ഷ്യം കേൾക്കുന്ന പ്രേക്ഷകരോടുമായിട്ട് ഞാൻ ആത്മാർത്ഥതയോടെ ഒരു കാര്യം പറയട്ടെ. തിരുവചനം നമ്മോട് പറയുന്നത്, നിങ്ങൾ സാക്ഷിക്കുമ്പോൾ നിങ്ങളുടെ സാക്ഷ്യം കേട്ട് അനേകര് ക്രിസ്തുവിനെ അറിയുവാൻ ഇടയാകും. നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് ഒന്നുമല്ല വരുന്നത്. ഇത് അനുഭവമാണ്. അനുഭവമാണ് ഒരുവനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. ആകയാൽ ഈ അനുഭവ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പൻ മർഡറായി, എന്നാൽ ഹസ്ബൻഡും ആ ഒരു ലെവലിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം തന്നെ തീണ്ടിയെങ്കിൽ താൻ ഹൃദയത്തിൽ ആത്മാർത്ഥയോടെ ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇന്ന് തന്നെ ഒരു ശുശ്രൂഷകനാക്കി മാറ്റിയെങ്കിൽ, ദൈവമക്കളെ, നമുക്കും ചിലതൊക്കെ ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുന്നോ, നിങ്ങൾ പ്രയാസത്തിലായിരിക്കുന്നുവോ, ഈ സാക്ഷ്യത്തിന് മുൻപാകെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങൾ ദൈവസന്നിധിയോട് അടുത്ത് വന്ന് നോക്ക്. ഇതാരുമായിരിക്കട്ടെ, വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുമായിരിക്കട്ടെ, നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടിട്ട് ഇതൊരു അനുഭവമാണല്ലോ. ഈ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഒന്ന് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാൻ ശ്രമിച്ചു നോക്ക്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. ഈ ഭൂമിയിൽ ഒരു കൊച്ചായുസേ ഉള്ളൂ. ആമേൻ. ആ കൊച്ചായുസ് നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചു തീരണം. അനേകർക്ക് നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുവാൻ ഇടയാകണം. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഹല്ലേലൂയ ഈ സാക്ഷ്യം ഞാൻ നിങ്ങളുടെ മുൻപാകെ ആമേൻ സമർപ്പിക്കുന്നു. തന്റെ ദാസിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരെ, ഈ മകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. തുടർന്ന് തന്റെ ഫ്യൂച്ചർ, തന്റെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ, തന്റേതായ മിനിസ്ട്രികൾ നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണമേ. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം. തന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരികയാണ്. കർത്താവെ, ഇപ്പോൾ താൻ പഞ്ചാബിന്റെ പ്രദേശത്തായിരിക്കുന്നു. അപ്പാ, വളരെ വേദനയോടെ വളരെ ആഗ്രഹത്തോടെ ദൈവം അവിടേക്ക് ദർശനത്തോടെ അയച്ചുവെങ്കിൽ ആ ദർശനത്തിന് കർത്താവെ ഭംഗം വരുവാൻ ഇടയാക്കത്തില്ലല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുകയാണ്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അതിവേഗം അത് വരും നിശ്ചയം. അതിനായി കാത്തിരിക്കായെന്ന അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ചുകൊണ്ട് നിന്റെ മകളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ആ ദേശത്ത് അനേകായിരങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ, കർത്താവെ അനേകർക്ക് ഒരു ആശ്വാസവും തണലുമായ കുടുംബം നിലകൊള്ളുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക മേഖലകളെ എന്റെ സ്വർഗം ഏറ്റെടുത്ത് ആമേൻ ഇതുവരെ നടത്തിയതിനായിട്ട് സ്തോത്രം. തുടർന്ന് കർത്താവേ അങ്ങയുടെ മഹത്വം ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. മാത്രമല്ല, ഈ സാക്ഷ്യം തികച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറന്നു പോകരുത് എന്ന് കർത്തനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവം ഇന്ന് പകൽക്കാലത്തെങ്കിൽ നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.